പ്രത്യക്ഷീകരണ പ്രാർത്ഥന എല്ലാ ദിവസവും ചൊല്ലും, ധ്യാനം കേൾക്കാൻ തുടങ്ങി, ബൈബിൾ കേൾക്കാൻ തുടങ്ങി, മാതാവിനെ കൂടെ എടുക്കാൻ തുടങ്ങി. സമയം കിട്ടുമ്പോഴൊക്കെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും ചൊല്ലാൻ തുടങ്ങി. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, മാതാവ് എനിക്ക് ഒരു നിയോഗങ്ങളും നടന്നില്ലെങ്കിലും കുഴപ്പമില്ല, സ്വർഗത്തിൻ്റെ ആനുകൂല്യങ്ങളല്ല എനിക്ക് വലുത്, അമ്മയുടെ സാന്നിധ്യം തന്നെയാണ് വലുതെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം ഞാൻ ഡ്യൂട്ടിക്കിടയ്ക്ക് ബ്രേക്കിന് ഞാൻ റൂമിൽ പോയപ്പോൾ ഉണ്ട് ഒരു എന്താണ് അതിനെ വിവരിക്കേണ്ടതെന്ന് എനിക്കറിയില്ല, 1000 സ്വർഗീയ പുഷ്പങ്ങൾ നിറഞ്ഞൊരു സുഗന്ധം എനിക്ക് അനുഭവപ്പെടുകയാണ്. റൂം തുറന്നത് ഞാൻ ഞെട്ടിപ്പോയി, ഇതെന്താണ് ഇങ്ങനെയെന്ന് അറിയില്ല. അപ്പോൾ തലേദിവസം എനിക്ക് നടുവേദനയായിട്ട് ഞാൻ യൂക്കാലി തൈലം ഉണ്ടായിരുന്നു, അതെടുത്ത് പുരട്ടിയായിരുന്നു. അപ്പോൾ ഞാൻ ഓർക്കുന്ന യൂക്കാലി തൈലമാണോ, തൈലം എടുത്തുകൊണ്ട് പുറത്തു കൊണ്ട് വെച്ചു. അതുപോലെ എല്ലാ സ്പ്രേയുടെ കുപ്പികളും ഒക്കെ തുറന്നു നോക്കി, ഒരു സ്പ്രേയുടെ കുപ്പിയല്ല, ഭയങ്കര. അത് ഇന്ന് ഞാൻ ആ സുഗന്ധം എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, അത്രയും സ്വർഗീയ